വേവ് ഒപ്റ്റിക്സ് ആണേ. വേവ് ഒപ്റ്റിക്സിനകത്തും റേ ഒപ്റ്റിക്സിനകത്തും ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമുണ്ട്. അത് ഈ തവണ എൻ്റെ ഒരു പ്രഡിക്റ്റഡ് ക്വസ്റ്റ്യനകത്ത് ഞാനത് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 70 ക്വസ്റ്റ്യൻസ് എഴുതുന്നുണ്ട്. അപ്പോൾ 70 ക്വസ്റ്റ്യൻസിന് മിക്കവാറുള്ള ക്വസ്റ്റ്യൻ എല്ലാ വർഷവും അതിനകത്ത് ഒരു 80% ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പം ഞാനത് അതിനകത്ത് എഴുതിയതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. യൂസ് മിറർ ഫോർമുല. ഇത് റേ ഒപ്റ്റിക്സിന് പ്യൂർലി റേ ഒപ്റ്റിക്സിന്റെ ഒരു ടോപ്പിക്കാണ്. വേവ് ഒപ്റ്റിക്സിനകത്ത് ചോദിക്കാം. യൂസ് മിറർ ഫോർമുല to deduce നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. deduce that a convex mirror always produces a virtual image of an object in front of it. ഇത് ചോദിച്ചിരിക്കുന്നത് മിറർ ഫോർമുല ഉപയോഗിച്ചിട്ട് ഒരു കോൺവെക്സ് ലെൻസിന്റെ മുന്നിൽ വെച്ചിരിക്കുന്ന ഒബ്ജക്റ്റിന്റെ ഇമേജ് വെർച്വൽ ആണ്. നമുക്കറിയാലോ, ഓൾറെഡി കോൺവെക്സ് മിററിന്റെ ഫ്രണ്ടിൽ വെക്കുന്ന എല്ലാ ഇമേജുകളും വെർച്വൽ ആണ്. പക്ഷെ അത് വെർച്വൽ ആണ് പ്രൂവ് ചെയ്യാം വിത്ത് ദ ഹെൽപ്പ് ഓഫ് മിറർ ഫോർമുല. അത് പറഞ്ഞു തരാൻ പെട്ടെന്ന് തന്നെ, സമയം കളയുന്നില്ല. എല്ലാ കാര്യം കുറച്ചേറെ ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ സമയം കളയാതെ ഞാൻ ചെയ്യാം. നോക്കിക്കോളൂ. നമുക്കറിയാം 1/v + 1/u = 1/f ആണ് നമ്മുടെ മിറർ ഫോർമുല. ഞാൻ ഈ കോൺകേവ് മിറർ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരയ്ക്കുകയാണ്. കോൺകേവ് അല്ല, കോൺവെക്സ് മിറർ ഞാൻ വരയ്ക്കുകയാണ്. അതിന്റെ പ്രിൻസിപ്പൽ ആക്സിസ് വരച്ചു. നമുക്കറിയാം അതിന്റെ ഫോക്കസ്, അതിന്റെ കർവേച്ചർ ഈ സൈഡിലോട്ട് ആയതുകൊണ്ട് തന്നെ അതിന്റെ ഫോക്കസ് ഈ സൈഡിലെ ഫോക്കസ് ആണ് എടുക്കുന്നത്. അപ്പൊ ഇവിടുത്തെ ഫോക്കസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. അപ്പൊ ഞാൻ അതിനെ ഇപ്പൊ ഇതിനകത്ത് കൊടുക്കാൻ വേണ്ടി പോസിറ്റീവ് F1 എന്ന് എടുക്കുക. ഓക്കെ, ഒബ്ജക്റ്റ് ഇവിടെയാണ് ഇരിക്കുന്നത്. അപ്പൊ ആ ഒബ്ജക്ട് ഡിസ്റ്റൻസ് ഇത് u ആണ്. അതിനെ ഇവിടെ ഞാൻ കൊടുക്കാൻ വേണ്ടി u1 എന്ന് എടുക്കുക, പ്രൂവ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, u1 എന്ന് പറയുമ്പോൾ നെഗറ്റീവ് u1 ആയിരിക്കും. കാരണം ഇടത്തോട്ട് എടുക്കുന്ന ഡിസ്റ്റൻസ് എല്ലാം നെഗറ്റീവ് ആണല്ലോ. നമ്മൾ പഠിച്ച കൺസെപ്റ്റ് വെച്ചിട്ട് ഒരു വെർച്വൽ ഇമേജിന്റെ v എപ്പോഴും പോസിറ്റീവ് ആയിട്ട് നിൽക്കണം എന്നുള്ളതാണ്. v പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്തുവാ? അതായത് v പോസിറ്റീവ് ആവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ v വലത് സൈഡിലാണെന്ന് അർത്ഥം. v വലത് സൈഡിൽ കോൺവെക്സ് മിററിൽ v വലത് സൈഡിലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താ? മിററിനകത്ത് ഫോം ചെയ്യുന്നു എന്നുള്ളതാണ് അത് മീൻ ചെയ്യുന്നത്. മിററിനകത്ത് ഫോം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെർച്വൽ ആണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാമല്ലോ. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയി. ഇനിയും നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ട് v പോസിറ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. v നെഗറ്റീവ് ആണെങ്കിൽ എന്താ അവസ്ഥ? v നെഗറ്റീവ് ആണെങ്കിൽ v ഈ സൈഡിലാണ് ഉണ്ടാകുന്നതെന്ന് അർത്ഥം. v പോസിറ്റീവ് ആണെങ്കിൽ v ഈ സൈഡിൽ ഉണ്ടാകുന്നതെന്ന് അർത്ഥം. അപ്പൊ മിറർ ഏതാ നോക്കണം. കോൺവെക്സ് മിററിൽ v ഈ സൈഡിൽ ഉണ്ടാകുക തന്നെയാണ് ചെയ്യുന്നത്, ഇല്ലേ? മിററിനകത്താണ് ഉണ്ടാകുന്നത്, v പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ v പോസിറ്റീവ് ആണെന്ന് തെളിയിച്ചാൽ മതി. അപ്പൊ അതിനുവേണ്ടി ഞാൻ ഇങ്ങനെ ചെയ്യുന്നു. 1/v = 1/f - 1/u എന്ന് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാണ്. 1/e നമ്മൾ f-ന് f1 എന്നാണ് എടുത്തത്. ഇത് പോസിറ്റീവ് f1 ആണ്. -1/u എന്ന് പറയുന്നത് 1/u എന്ന് പറയുന്നത് ഒരു സെക്കൻഡ്. ഓക്കെ, അപ്പോൾ 1/v = 1/f1 - 1/u എന്ന് എടുത്തു. ഇതിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടിരുന്നു. ബാക്കി 1/f1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ u1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇത് -u1 ആണ്. അങ്ങനെയാണെങ്കിൽ 1/v = നമുക്ക് 1/f1 + 1/u1 എന്ന് വരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതെല്ലാം പോസിറ്റീവ്. 1/v = u1 + f1 / എന്താ? u1 f1 എന്ന് വരുന്നു. v1 കണ്ടുപിടിക്കാൻ വേണ്ടി u1 f1 / എന്താ? u1 + f1 എന്ന് വരുന്നു. ഓക്കെ, ഇത് നിങ്ങൾ നോക്കിയേ, ഇത് ഒരു പോസിറ്റീവ് വാല്യൂ അല്ലേ? അപ്പം നമുക്ക് v1 അല്ല, അത് v ആണ്. അപ്പൊ v എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് വാല്യൂ കിട്ടി. therefore എന്താണ്? ഇമേജ് ഈസ് എന്താ? ഇമേജ് ഈസ് എന്താണ്? വെർച്വൽ ആണ്. ഡൗട്ട് ഉള്ളവർ ചോദിക്കണം.
ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാണ്. Two coherent waves, each of intensity I naught produces interference pattern on a screen. The average intensity of the light on the screen is dash. ഇത് MCQ ആണ്, ഞാൻ ഓപ്ഷൻ തരുന്നില്ല. ഇതിനകത്ത് ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. ഇതിനകത്ത് ചില ഇക്വേഷൻസ് നമ്മൾ പഠിച്ചപ്പോൾ ഉള്ള ഇക്വേഷൻസിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് കൺസിഡർ ചെയ്ത് ചെയ്യേണ്ട കുറച്ച് ഇക്വേഷൻസ് ഒക്കെ ഉണ്ട്. സെയിം തന്നെയാണ്, അതിനെ വേറെ രീതിയിൽ എടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറയുന്ന പോലെയൊക്കെ തന്നെ കുറച്ച് ഇക്വേഷൻസ് നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് വെക്കുക കേട്ടോ. കാരണം അത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് അത് ഞാൻ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഇക്വേഷൻസ് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ പഠിച്ച ഇക്വേഷൻസ് വെച്ച് ചെയ്യാം, ഒന്നും പ്രശ്നമില്ല. ഞാൻ അതിനകത്തൊന്നും ഇടപെടുന്നില്ല. ഞാൻ എളുപ്പമുള്ള രീതിയിൽ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് ഏത് ഇക്വേഷൻ വേണം സെലക്ട് ചെയ്യാം. ഇപ്പൊ നിലവിൽ ഇത് തന്നെയായിരിക്കും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക. അതായത് രണ്ട് കോഹറന്റ് സോഴ്സ് ആണ്. രണ്ട് കോഹറന്റ് സോഴ്സിന്റെ ഇന്റൻസിറ്റി, അതായത് രണ്ട് കോഹറന്റ് വേവ് ആണ്. വേവിൽ അല്ലെങ്കിൽ കോഹറന്റ് സോഴ്സിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് I0 ആണ് രണ്ടിന്റെയും. അത് ഒരു സ്ക്രീനിൽ വന്ന് പതിച്ചപ്പോൾ മിക്സ് ചെയ്തപ്പോഴത്തേക്കും എന്താണ് അവിടെ ഇന്റർഫറൻസ് പാറ്റേൺ ഉണ്ടായി. ആ ഇന്റർഫറൻസ് പാറ്റേൺ ഉണ്ടായപ്പോൾ അവിടെ ആ പോയിന്റിൽ പെർട്ടിക്കുലർ പോയിന്റിൽ ഉണ്ടാകുന്ന സ്ക്രീനിൽ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഉണ്ടാകുന്ന ആവറേജ് ഇന്റൻസിറ്റി എന്താണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, എപ്പോഴും ആലോചിച്ചോണം, ആവറേജ് ഇന്റൻസിറ്റി കണ്ടുപിടിക്കാൻ I average is equal to I max plus I minimum divided by 2 ആണെന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ഇതൊരു ഇക്വേഷൻ. പഠിക്കാത്ത ആൾക്കാർ ഈ ഇക്വേഷൻ പഠിച്ചു വെക്കുക. രണ്ടാമത്തെ, ഇനിയിപ്പോൾ I max കണ്ടുപിടിക്കണമല്ലോ. I max കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ റൂട്ട് ഓഫ് I1 സ്ക്വയർ അല്ല, റൂട്ട് ഓഫ് I1 പ്ലസ് റൂട്ട് ഓഫ് I2 ദ ഹോൾ സ്ക്വയർ. ഓക്കെ, I മിനിമം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ റൂട്ട് ഓഫ് I1 മൈനസ് റൂട്ട് ഓഫ് I2 ദ ഹോൾ സ്ക്വയർ. ഇതും പഠിച്ചു വെച്ചിരിക്കുക. സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാം. രണ്ടിന്റെ ഇന്റൻസിറ്റി I0 ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ റൂട്ട് ഓഫ് I0 പ്ലസ് റൂട്ട് ഓഫ് I0 ദ ഹോൾ സ്ക്വയർ. ഇത് ചെയ്യുമ്പോൾ ഇത് റൂട്ട് I0 എന്ന് പറയുമ്പോൾ ഒരു മാങ്ങ, മറ്റേത് ഒരു മാങ്ങ, മൊത്തം 2 മാങ്ങ. അപ്പൊ 2 റൂട്ട് I0 എന്ന് വരുന്നു, ദ ഹോൾ സ്ക്വയർ എന്ന് വരുന്നു. 2ന്റെ സ്ക്വയർ 4, റൂട്ട് I0ന്റെ സ്ക്വയർ I0 തന്നെ, 4i ഈക്വൽ ടു ഇതിന് അത് ഓക്കെ, അത് ഒരെണ്ണത്തിന്റെ ആയി. മിനിമം കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കറിയാം ഇത് റൂട്ട് I0 മൈനസ് റൂട്ട് I0 ദ ഹോൾ സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 0. അങ്ങനെയാണെങ്കിൽ I ആവറേജ് കണ്ടുപിടിക്കാൻ വേണ്ടി I മാക്സ് എന്ന് പറയുമ്പോൾ 4I0 പ്ലസ് I മിനിമം എന്ന് പറയുമ്പോൾ 0 ഡിവൈഡ് ബൈ 2. അങ്ങനെയാണെങ്കിൽ 4I0 ഡിവൈഡ് ബൈ 2 വരുന്നു. അങ്ങനെയാണെങ്കിൽ കട്ട് ചെയ്യുമ്പോൾ 2I0 എന്ന് വരുന്നു. ദിസ് ഈസ് ദ ആവറേജ് ഇന്റൻസിറ്റി. ഡൗട്ട് ഉള്ളവർക്ക് ചോദിക്കാം. ഡൗട്ടുള്ളത് ചോദിക്കാനൊന്നുമില്ല. ഈ ഇന്റൻസിറ്റിയുടെ ഈ ഇക്വേഷൻ ബൈഹാർട്ട് ചെയ്യുക. ഈ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അത് നമുക്ക് പഠിച്ചു വെക്കുക, അത്രേ ഉള്ളൂ. ഏതാ ക്വസ്റ്റ്യൻ? ഇതാ ക്വസ്റ്റ്യൻ കണ്ടത്. ഇതിന് മുമ്പ് ഒരെണ്ണം ചോദിച്ചായിരുന്നു, അത് എഴുതിയെടുത്തായിരുന്നു. ഓക്കെ,
എഴുതിയെന്ന് വിശ്വസിക്കുന്ന അടുത്ത ക്വസ്റ്റിലേക്ക് പോവാണ്. In young's double slit experiment, two light waves, each of intensity I naught interfere at a point having a path difference of lambda by 8 on the screen. Find the intensity at this point. Try it. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ നമ്മുടെ പാത്ത് ഡിഫറൻസ് ആണ് തന്നിരിക്കുന്നത്. പാത്ത് ഡിഫറൻസ് ചില സ്കൂളിൽ ഡെൽ എന്ന് പറയുന്ന ഒരു ടേം വെച്ച് പഠിപ്പിക്കുന്നുണ്ട്, ചില സ്കൂളിൽ ഡെൽറ്റ എക്സ് വെച്ച് പഠിപ്പിക്കുന്നുണ്ട് പാത്ത് ഡിഫറൻസ്. നമുക്ക് ഇന്റൻസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് I is equal to 4I0. ഇത് പഠിച്ചു വെച്ചോണം. I is equal to ഒരു പോയിന്റിലെ ഇന്റൻസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ I is equal to 4I0 cos square ഡെൽറ്റ 5/2 എന്ന് എടുത്താൽ മതി. ഡെൽറ്റ 5/2 എന്ന് കൊടുക്കുന്നതിന് കാരണം ഈ ഡെൽറ്റ 5ഉം അതേപോലെ തന്നെ ഇത് ഫേസ് ഡിഫറൻസ് ആണ്. ഈ ഡെൽറ്റ 5 എന്ന് പറയുന്നത് ഫേസ് ഡിഫറൻസ് ആണ്. ഓക്കെ, ഞാനിപ്പോ എന്റെ നമ്മുടെ നോട്ടിനകത്ത് നമ്മൾ എഴുതിയിരിക്കുന്നത് ഡെൽ വെച്ചിട്ടാണ് പാത്ത് ഡിഫറൻസ് ഇത് എഴുതിയിരിക്കുന്നത്. ചില സ്കൂളിൽ ഡെൽ വെച്ചിട്ടും ഡെൽറ്റ എക്സ് വെച്ചിട്ടും ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ തൽക്കാലം ഡെൽറ്റ എക്സ് വെച്ച് തരാം, കാരണം കൂടുതലും സ്കൂളുകളിൽ ഡെൽറ്റ എക്സ് വെച്ചിട്ടാണ് പാത്ത് ഡിഫറൻസിനെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. പാത്ത് ഡിഫറൻസ്. ഓക്കെ, ഈ പാത്ത് ഡിഫറൻസ് നമുക്ക് പാത്ത് ഡിഫറൻസ് തന്നിട്ടുണ്ട്, പക്ഷെ ഫേസ് ഡിഫറൻസ് വെച്ചിട്ടുള്ളതാണ് ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ. അപ്പൊ പാത്ത് ഡിഫറൻസിനെ ഫേസ് ഡിഫറൻസ് ആക്കാൻ പറ്റും. അവർ തമ്മിലുള്ള റിലേഷൻ ഉണ്ട്. ഡെൽറ്റ 5 എന്ന് പറയുന്നത് 2π/λ ഇൻറ്റു ഡെൽറ്റ എക്സ് ആണ്. ഇതാണ് അവരുടെ റിലേഷൻ. അപ്പൊ നമുക്ക് ഇപ്പം ഡെൽറ്റ 5 ഈസ് ഈക്വൽ ടു 2π/λ ഇൻറ്റു നമുക്ക് ഡെൽറ്റ എക്സ് തന്നിട്ടുണ്ടല്ലോ, പാത്ത് ഡിഫറൻസ് എത്ര, λ/8 തന്നിട്ടുണ്ട്. λ/8 ഇത് രണ്ടും കട്ട് ചെയ്ത് കളയുമ്പോൾ 4 വരുന്നു. അപ്പൊ നമുക്ക്
ഡെൽറ്റ ഫൈ ഈസ് ഈക്വൽ ടു 5/4 എന്ന് വരും. അപ്പൊ അത് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഐ ഈസ് ഈക്വൽ ടു 4I0 cos സ്ക്വയർ ഫൈക്ക് പകരം നമുക്ക് 5/4 കൊടുക്കാം. അല്ല സോറി പൈ ആണ് കേട്ടോ, 5/4 അല്ല, 5/4 ആണ് ഇവിടെ. അതായത് ഡെൽറ്റ ഫൈ ഈസ് ഈക്വൽ ടു 5/4. അപ്പൊ ഇവിടെ എന്താണ് 5/4 ഡിവൈഡഡ് ബൈ 2 ഉണ്ട്. അപ്പൊ നമുക്ക് ഐ ഈസ് ഈക്വൽ ടു 4I0 cos സ്ക്വയർ 5/8 എന്ന് പറയേണ്ടി വരും. ഈ 5/8 എന്ന് പറയുന്നത്, ഈ പൈ എന്ന് ഉദ്ദേശിക്കുന്നത് ഡിഗ്രിയിൽ വരുന്ന സമയത്ത് 180 എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. 180 ഡിവൈഡഡ് ബൈ 8 ചെയ്യുമ്പോഴത്തേക്കും മൊത്തം 22 പോയിന്റ് സംതിങ് വരും. അപ്പൊ കോസ് സ്ക്വയർ അതിന്റെ വാല്യൂ ഒന്നും കണ്ടുപിടിക്കണ്ട. ഇപ്പൊ ഇതിന് എന്റെ കയ്യിൽ ആൻസർ കിടക്കുന്നത് 4I0 ഇൻറ്റു ഇങ്ങനെ തന്നെ കിടക്കുന്നത് എന്താ കോസ് സ്ക്വയർ 5/8 എന്ന് തന്നെയാണ് ആൻസർ കിടക്കുന്നത്. അതങ്ങനെ കിടക്കട്ടെ. അല്ലെങ്കിൽ ഈ എന്താണ് ഇതിനെ ഡിഗ്രിയിലോട്ട് മാറ്റിയിട്ട് 180 ഡിഗ്രി ഡിവൈഡ് ബൈ 8 ചെയ്തിട്ട് അത് വരുമ്പോഴത്തേക്കും ഇരുട്ട് വരാറില്ല, 22.5 വരും. ഈ 22 കോസ് സ്ക്വയർ 22.5ന്റെ വാല്യൂ കണ്ടുപിടിച്ച് അവിടെ കൊടുത്ത് അങ്ങനെ കണ്ടുപിടിക്കണം. I0 ഇത് കണ്ടുപിടിക്കണം. വേണ്ട, കാരണം ഇവിടെ ബാക്കി I0 കാര്യങ്ങളോ ഒന്നും തന്നിട്ടില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ആൻസർ ഇങ്ങനെയാണ് കിടക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത് ശരിക്കും ഒരു MCQ ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് ആൻസർ ഇങ്ങനെ കിടക്കുന്നത്, അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഇട്ടാൽ മതി. എന്നാൽ ഇതിന്റെ അടുത്ത ക്വസ്റ്റ്യൻ, ഈ സെയിം ക്വസ്റ്റ്യൻ വേറെ രീതിയിൽ അതിന്റെ കംപ്ലീറ്റ് ആൻസർ എഴുതണം. ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ വേറെ രീതിയിൽ ചോദിച്ചിരിക്കുകയാണ്, അതുകൂടെ തരാം. ഇത് എഴുതിയെടുത്തു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. Find the intensity. Find the intensity at a point on the screen in Young's double slit experiment at which the interfering waves of intensity I0 each have a path difference of 1 λ/3 2 λ/2. നേരത്തെ ചെയ്തപോലെ തന്നെ സെയിം പാത്ത് ഡിഫറൻസ് എന്താണ് λ/3, അതായത് ഡെൽറ്റ എക്സ് λ/3 λ/2 കൊടുത്ത് ചെയ്യാം. എന്നിട്ട് ഇന്റൻസിറ്റി കണ്ടുപിടിക്കുക. ഇവിടെ കോസിന്റെ വാല്യൂ ഇട്ട് കൊടുക്കും, കാരണം ഇത് കട്ട് ചെയ്ത് പോകുമ്പോൾ നമുക്ക് അറിയാവുന്ന കോസിന്റെ വാല്യൂ തന്നെയായിരിക്കും വരിക. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അറിയാവുന്നതാണെങ്കിൽ അതങ്ങനെ ചെയ്ത് ആൻസർ കണ്ടുപിടിച്ച് വെച്ചേക്കണം കേട്ടോ. ഇപ്പൊ നമുക്ക് കോസ് 22.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും നോക്കാതെ അറിയത്തില്ല, എനിക്ക് വാല്യൂസ് കാണാൻ വേണ്ടി. നമുക്ക് അറിയാവുന്ന വാല്യൂസ് എന്താ? നമുക്കറിയാവുന്ന വാല്യൂസ് എന്ന് പറയുന്നത് 30യുടെയും അല്ലെങ്കിൽ 0യുടെയും 30യുടെയും 45യുടെയും എന്താണ് 60യുടെയും 90യുടെയും. ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങ് ചെയ്ത ആൻസർ ഫൈനൽ ആൻസർ കണ്ടുപിടിച്ച് വെച്ചേക്കണം. പിന്നെ ചിലതിന്റെ ഞാൻ കാണാതെ പഠിപ്പിക്കും കേട്ടോ. ചില അത്യാവശ്യമുള്ള ട്രിഗ്നോമെട്രിക് വാല്യൂസ് ഉണ്ട്, ഞാൻ കാണാതെ പഠിപ്പിക്കാം. ലോഗ് ടേബിൾ തരുമെന്നൊക്കെ പറയുമെങ്കിലും എല്ലാ സെന്ററിലും അതിന് ശരിക്കും തരണമെന്നാണ് നിയമം.
ഇത് കൊടുക്കാറൊക്കെ ഇല്ല എന്നൊക്കെ ഉള്ളത് കഴിഞ്ഞ വർഷങ്ങളിലും ഒക്കെ പിള്ളേർ പറയാറുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പ്രിപ്പയർഡ് ആയിരിക്കണം. ചില ലോഗിന്റെ വാല്യൂസ് ഇതൊക്കെ നമ്മൾ കാണാൻ പഠിച്ചേക്കണം. സ്ഥിരം വരുന്ന കുറച്ച് സാധനങ്ങളുണ്ട്, അതേ ചോദിക്കുള്ളൂ. അപ്പം അതൊക്കെ കാണാൻ പഠിച്ച് ബൈഹാർട്ട് ചെയ്ത് പഠിച്ച് വെച്ചേക്കണം. ഇത് പെട്ടെന്നൊന്ന് ചെയ്തു തരാം. ഇത് ഡെൽറ്റ ഫൈ ഈസ് ഈക്വൽ ടു 2π/λ ഇൻറ്റു ഒന്നാമത്തെയാണ് ചെയ്യുന്നത്. 2π/λ ഇൻറ്റു ഡെൽറ്റ എക്സ് ആണ്. അപ്പോൾ നമുക്ക് 2π/λ ഇൻറ്റു ഡെൽറ്റ എക്സിന്റെ വാല്യൂ പാത്ത് ഡിഫറൻസ് ആണ് അവിടെ തന്നിരിക്കുന്നത്, λ/3. ഇത് രണ്ടും കട്ട് ചെയ്ത് കളയുമ്പോഴത്തേക്കും നമുക്ക് 2π/3 എന്ന് വരുന്നു. നമുക്ക് അവിടെ കൊണ്ട് കൊടുക്കാം. അതായത് നമ്മുടെ ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും 4I0 cos സ്ക്വയർ ഡെൽറ്റ 5/2 ആണ്. അപ്പോൾ അവിടെ I ഈസ് ഈക്വൽ ടു 4I0 cos സ്ക്വയർ ഡെൽറ്റ 5 എന്ന് പറയുമ്പോഴത്തേക്കും 2π/3/2 എന്ന് വരുന്നു. അതിനെ നമുക്ക് 2π/6 എന്ന് എടുക്കാം. I ഈസ് ഈക്വൽ ടു 4I0 cos സ്ക്വയർ 2π/6 കട്ട് ചെയ്യുമ്പോഴത്തേക്കും π/3. π/3 എന്ന് പറയുമ്പോൾ പൈ എന്ന് ഉദ്ദേശിക്കുന്നത് റേഡിയൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിഗ്രി 180 ആണ്. 180 ഡിവൈഡ് ബൈ 3 എന്ന് പറയുമ്പോൾ 60 എന്ന് വരുന്നു. അങ്ങനെയാണെങ്കിൽ I ഈസ് ഈക്വൽ ടു 4I0 cos സ്ക്വയർ 60 ഡിഗ്രി എന്ന് എഴുതുന്നു. cos 60 1/2 ആണ്. അങ്ങനെയാണെങ്കിൽ 4I0 ഇൻറ്റു 1/2 സ്ക്വയർ എന്ന് വരുന്നു. അങ്ങനെയാണെങ്കിൽ I ഈക്വൽ ടു 4I0 ഇൻറ്റു 1/4. 4 കട്ട് ചെയ്ത് കളഞ്ഞു. I0 ആയിരിക്കും എന്നാണ് ആദ്യത്തെ. അടുത്ത ക്വസ്റ്റ്യൻ അത് നിങ്ങൾ തന്നെ ചെയ്യാട്ടോ. ഈ സെയിം മോഡൽ തന്നെയാണ്. ഈ λ/2 കൊടുത്ത് ചെയ്യാൻ ഞാനത് ചെയ്തു തരുന്നില്ലേ. പറഞ്ഞോ. ആൻസർ ഒന്ന് കാണിക്കാം. ഏതിന്റെയാണ് ഇപ്പൊ പറഞ്ഞോ? ഇപ്പൊ ചെയ്തല്ലേ? അതെ, ഒന്നിന്റെ. ഇതാ ഓക്കെ സാർ. ഫുള്ള് കാണണോ?
അല്ല ഞാൻ ചെയ്തായിരുന്നു. അപ്പൊ ആൻസർ ശരിയാണോ നോക്കാൻ വേണ്ടി ചോദിച്ചു. നോക്കിയോ, ഇപ്പൊ കാണാം. കാണാം. ശരി, ഓക്കെ. ഇവിടെ ശ്രദ്ധിക്കണേ നിങ്ങളെ, നോക്കിയോ. അടുത്ത ക്വസ്റ്റ്യൻ. ലൈറ്റ് കൺസിസ്റ്റിംഗ് of two wavelength 600 nanometer and 480 nanometer is used to obtain interference fringe. ഇത് ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. interference fringe in a double slit experiment. The screen is placed in 1 meter placed 1 meter away from slits which are 1 nanometer apart. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, calculate the distance of the third bright fringe on the screen from the central maximum for wavelength 600 nanometer. രണ്ടാമത്തെ ചോദ്യം, find the least distance from the central maximum where the bright fringes due to both the wavelength coincide. ഒന്ന് ട്രൈ ചെയ്തേരെ, റേഞ്ചിൽ പാടായിരിക്കും, എന്നാലും നോക്കിക്കോ.
ഇത് പറഞ്ഞുതരാം. ഇവിടെ ഇവർ ഉദ്ദേശിക്കുന്നത് ശരിക്കും ഒരു എന്താണ് ലൈറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് 2 വേവ് ലെങ്ത്, 2 വേവ് ലെങ്ത് ഉള്ള ലൈറ്റുകൾ 600 നാനോമീറ്ററും അതേപോലെ 480 നാനോമീറ്ററും ഉപയോഗിച്ചിട്ട് ഒരു ഇന്റർഫറൻസ് ഫ്രിഞ്ച് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു എക്സ്പെരിമെന്റ് നടത്തുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ യങ്സ് ഡബിൾ സ്ലിറ്റ് ആയതുകൊണ്ട് ഇന്റർഫറൻസ് തമ്മിൽ യങ്സ് ഡബിൾ സ്ലിറ്റ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ആ സ്ലിറ്റും സ്ക്രീനും തമ്മിലുള്ള ക്യാപിറ്റൽ ഡി എന്ന് പറയുന്ന ലെങ്ത് 1 മീറ്ററും ആ സ്ലിറ്റുകൾ തമ്മിലുള്ള ദൂരം അതായത് സ്മോൾ ഡി എന്ന് പറയുന്നത് 1 നാനോമീറ്ററും ആകും. മറ്റേ 1 മീറ്ററും ഇത് 1 നാനോമീറ്ററും ആകും. അങ്ങനെയാണെങ്കിൽ കാൽക്കുലേറ്റ് ദ ഡിസ്റ്റൻസ് ഓഫ് തേർഡ് ബ്രൈറ്റ് ഫ്രിഞ്ച് ഓൺ ദ സ്ക്രീൻ ഫ്രം ദ സെൻട്രൽ മാക്സിമം ഫോർ ദ വേവ് ലെങ്ത് 600 നാനോമീറ്റർ. അപ്പൊ ഞാൻ ആ കാര്യം ഒന്ന് വരച്ചു കാണിക്കാം. അതായത് ഒരു ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റിൽ കണ്ടോ, ഇങ്ങനെയാണ് സ്ക്രീൻ. ഈ സ്ക്രീനും ഇതും തമ്മിലുള്ള ദൂരം ക്യാപിറ്റൽ ഡി 1 മീറ്റർ തന്നിട്ടുണ്ട്. അതേപോലെ ഈ സ്ലിറ്റുകൾ തമ്മിലുള്ള ഈ ദൂരം തന്നിട്ടുള്ളത് 1 നാനോമീറ്റർ ആണ്. 1 നാനോമീറ്റർ ആണ് ഇവര് തമ്മിലുള്ള ദൂരം. അത് സ്മോൾ ഡി ആണ്, സ്മോൾ ഡി. അതേപോലെ തന്നെ ഇവിടുന്ന് ഒരു 600 നാനോമീറ്ററും ഇവിടുന്ന് ഒരു 480 നാനോമീറ്ററും ആണ് എന്ത് ചെയ്യുന്നത്, ഇൻസിഡന്റ് ചെയ്യുന്നത്. ഇപ്പൊ വേവ് ലെങ്ത് λ1 എന്ന് പറയുന്നത് നമുക്ക് 600 എടുക്കാം, 600 നാനോമീറ്റർ എടുക്കാം. λ2 എന്ന് പറയുന്നത് നമുക്ക് 480 നാനോമീറ്റർ എടുക്കാം. കൺവേർട്ട് ചെയ്യണം, ഞാൻ നാനോമീറ്റർ തന്നെ എഴുതിയെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാ കാര്യങ്ങളും ആയി. ഇതുണ്ടല്ലോ ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഈ തന്നിരിക്കുന്ന സാധനമൊക്കെ ഒന്ന് എടുത്ത് എഴുതി കഴിഞ്ഞാൽ ഇപ്പൊ 5 മാർക്കിന്റെ, ഇപ്പം 5 മാർക്കിന്റെ ഇത് 5 മാർക്കിന്റെ ചോദ്യം കേട്ടോ, 5 മാർക്കിന്റെ ചോദ്യം. അതായത് 3 2 3 2 അല്ല 2. അപ്പം ഇത് പടം വരയ്ക്കുന്നതിന് ചിലപ്പോൾ 1 മാർക്ക് കാണും, അതേപോലെ മാർക്ക് ചെയ്യുന്നതിന് 1 മാർക്ക് കാണും. പിന്നെ ആ 2 ക്വസ്റ്റിന്, ഒരു ക്വസ്റ്റിന് രണ്ടാമത്തെ തന്നിരിക്കുന്ന ക്വസ്റ്റിന് 2 മാർക്കും, ആദ്യത്തെ ക്വസ്റ്റിന് 1 മാർക്കും, അങ്ങനെ മൊത്തം 5 മാർക്ക് അങ്ങനെയായിരിക്കും ഡിവൈഡ് ചെയ്തിടുക. അപ്പൊ എന്തായാലും നിങ്ങൾ തന്നിരിക്കുന്ന സാധനം എടുത്ത് എഴുതി കഴിഞ്ഞാൽ 1 മാർക്ക് അവിടെ വീഴും. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ വെടിപ്പായിട്ട് അങ്ങ് ചെയ്യാം. പടമൊക്കെ വരയ്ക്കണ്ടെങ്കിലും ഇതുപോലെ സൈഡിൽ ഒന്ന് പടമൊക്കെ വരച്ചു കഴിഞ്ഞാൽ ബോധമില്ലാത്ത കുട്ടികളാണെങ്കിലും ബോധമുള്ളവരാന്ന് വിചാരിച്ച് അവരൊക്കെ അങ്ങനെയൊക്കെ ഉള്ള ഒരു പോസിറ്റീവ് ഒരു എഫക്റ്റ് ഉണ്ടാവും. മനസ്സിലായോ? അങ്ങനെ ഒക്കെ ചെയ്തു വെക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ആദ്യത്തെ ക്വസ്റ്റിനകത്ത് കണ്ടുപിടിക്കേണ്ടത് കാൽക്കുലേറ്റ് ദ ഡിസ്റ്റൻസ് ഓഫ് തേർഡ് ബ്രൈറ്റ് ഫ്രിഞ്ച് ആണ്. നമുക്കറിയാം സെന്ററിൽ ഉണ്ടാകുന്നത് എപ്പോഴും എന്താണ്, ബ്രൈറ്റ് ബാൻഡ് ആയിരിക്കും ഉണ്ടാകുന്നത്, അല്ലേ? ബ്രൈറ്റ് ബാൻഡ് ആയിരിക്കും ഉണ്ടാകുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെ ബ്രൈറ്റ് ബാൻഡും സെൻട്രൽ ബ്രൈറ്റ് ബാൻഡും തമ്മിലുള്ള ദൂരം അതാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ x3 ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, x3 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ഒന്നാമത്തെ ക്വസ്റ്റൻ x3 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? n ലാംഡ ക്യാപിറ്റൽ ഡി ഡിവൈഡഡ് ബൈ സ്മോൾ ഡി. ഇതാണ്. ഓക്കെ, അപ്പൊ അവിടെ 3 കൊടുക്കുന്നു. ലാംഡ 600 നാനോമീറ്ററിന്റെ കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് 600 ഇൻറ്റു 10⁻⁹ ഇൻറ്റു ഡി എന്ന് പറയുന്നത് 1 മീറ്റർ ഡിവൈഡഡ് ബൈ ഇത് 1 ഇൻറ്റു 10⁻⁹ മീറ്റർ എന്ന് വരുന്നു. ഓക്കെ, 10⁻⁹ കട്ട് ചെയ്ത് കളയുമ്പോൾ 1800 മീറ്റർ എന്നുള്ളതാണ് നമ്മുടെ ആ ഡിസ്റ്റൻസ് കിട്ടിയിരിക്കുന്നത്. അതിനെ നമുക്ക് വേണമെങ്കിൽ 1.8 ഇൻറ്റു 10⁻³ മീറ്ററിന് എഴുതാം. 1.8 ഇൻറ്റു 10⁻³ മീറ്റർ എഴുതാം. ഇതാണ് ഒന്നിന്റെ ആൻസർ. രണ്ടിന്റെ ആൻസർ ഇച്ചിരി ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. കാണാപാഠം പഠിച്ചവർക്ക് കാണാപാഠം പഠിച്ച പോലെ എഴുതാം, എന്നാലും മനസ്സിലാക്കിക്കോണം. അവർ പറയുന്നത് ഫൈൻഡ് ദ ലീസ്റ്റ് ഡിസ്റ്റൻസ് ഫ്രം ദ സെൻട്രൽ മാക്സിമം വേർ ദ ബ്രൈറ്റ് ഫ്രിഞ്ച് ഡ്യൂ ടു ബോത്ത് വേവ് ലെങ്ത് കോയിൻസൈഡ്. നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അതായത് 480 നാനോമീറ്റർ ഉണ്ടാക്കുന്ന ബ്രൈറ്റ് ഫ്രിഞ്ചും 600 നാനോമീറ്റർ ഉണ്ടാക്കുന്ന ബ്രൈറ്റ് ഫ്രിഞ്ചും ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ കോയിൻസൈഡ് ചെയ്യുന്ന ഒരു ഇതെവിടെയാന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ചിലപ്പം നാലാമത്തെ എന്താണ് ബ്രൈറ്റ് ഫ്രിഞ്ചിന്റെ 600 നാനോമീറ്ററിന്റെ നാലാമത്തേതും മറ്റേതിന്റെ 5ാമത്തെ ഫ്രിഞ്ചും തമ്മിലായിരിക്കും കോയിൻസൈഡ് ചെയ്തിരിക്കുക. മനസ്സിലായോ? അപ്പൊ നമുക്ക് അത് അറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ ആ കോയിൻസൈഡ് ചെയ്തിരിക്കുന്നത് എവിടെയാണോ അവരും ആ സെൻട്രൽ ബ്രൈറ്റ് ബാൻഡും തമ്മിലുള്ള ദൂരം അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. അതായത് ഓർത്തോണം, അതായത് 600 നാനോമീറ്റർ ഉണ്ടാക്കുന്ന ഒരു ബ്രൈറ്റ് ബാൻഡും 480 നാനോമീറ്റർ ഉണ്ടാക്കുന്ന ഒരു ബ്രൈറ്റ് ബാൻഡും. കുഞ്ഞുങ്ങളെ ഞാൻ ഇത് രണ്ടായിട്ട് കൺസിഡർ ചെയ്യണം കേട്ടോ. ഇത് ഒറ്റ ഇതല്ല. ഞാൻ ഇത് 2 കേസായിട്ട് കൺസിഡർ ചെയ്യണേ. അതായത് ഇത് λ1 λ2 അങ്ങനെ കൺസിഡർ ചെയ്യല്ലേ. ഇത് രണ്ടും 600 നാനോമീറ്ററിന്റെ ഒരു കേസും
ഇനി അടുത്തത് 480 നാനോമീറ്ററിന്റെ കേസ്. കാരണം രണ്ട് ലൈറ്റ് വേവ് അല്ലല്ലോ ഇതിങ്ങനെ കൺസിഡർ ചെയ്യല്ലേ, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഇങ്ങനെ കൺസിഡർ ചെയ്യല്ലേ. ആദ്യത്തെ എക്സ്പെരിമെന്റ് ലാംഡ വെച്ച് ഈ വെട്ടം ഫുള്ള് ഇവിടെ നിന്ന് വരുന്ന വെട്ടം ഫുള്ള് ഇവിടെ നിന്നാണ് സോഴ്സ് തുടങ്ങുന്നത്. ഇവിടെ നിന്ന് വരുന്ന വെട്ടം ഫുള്ള് 600 നാനോമീറ്ററിന്റെ. ഓക്കെ, ഇനിയും അടുത്തത് സെപ്പറേറ്റ് അടുത്തൊരു എക്സ്പെരിമെന്റ് ആണ്. ഇത് കട്ട് ചെയ്തു എന്നിട്ട് എത്രയാ 480 നാനോമീറ്റർ. മനസ്സിലായി? അങ്ങനെ കൺസിഡർ ചെയ്യാവൂ. ഞാനിത് λ1 ഈസിക്കൽ ഈ ഒരു വെട്ടം 600ന്റെയും ഈ ഒരു വെട്ടം 480ന്റെയും എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ എഴുതിയപ്പോൾ അങ്ങനെ എഴുതിയെന്നേ ഉള്ളൂ, λ1 λ2 എഴുതാൻ വേണ്ടി. അങ്ങനെയല്ല, ഇത് രണ്ട് എക്സ്പെരിമെന്റാ. ഓക്കെ, ആദ്യത്തെ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ ഈ രണ്ട് വേവും എന്താണ് 600 നാനോമീറ്ററിന്റെ ആണ്. രണ്ടാമത്തെ വേവ് രണ്ടാമത്തെ വേവിന്റെ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ ആ രണ്ട് വേവ്സ്, അതായത് ഇവിടുന്ന് വരുന്ന എല്ലാ വേവ്സും ആരുണ്ടാക്കുന്നത് 480 നാനോമീറ്റർ വേവ് ലെങ്തുള്ള വേവാ. മനസ്സിലായി? രണ്ട് എക്സ്പെരിമെന്റ് ആയിട്ടാണ് ഇത് ഉദ്ദേശിക്കുന്നത് കേട്ടോ. എന്താണ് ഞാനിപ്പോൾ വരച്ചുകൊണ്ട് അങ്ങനെ ചിന്തിക്കരുത്. ഓക്കെ, എനിക്ക് തോന്നുന്നു കുറച്ചു പേർക്കെങ്കിലും ആ ഡൗട്ട് വന്നിട്ടുണ്ടാവണം. ഓക്കെ, അപ്പം ഇവിടെ ശ്രദ്ധിച്ചോളൂ. അപ്പം ഞാൻ λ1 λ2 ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് എഴുതി, അല്ലെങ്കിൽ ഇനി കൺഫ്യൂഷൻ ആവണ്ട. അപ്പം ഇതിപ്പം 600 നാനോമീറ്ററിന്റെ വെച്ചിട്ടാണ് നമ്മൾ അത് ചെയ്തിരിക്കുന്നത് അല്ലെ. 600 നാനോമീറ്ററിന്റെ വെച്ചിട്ട് 600 നാനോമീറ്ററിന്റെ സെൻട്രൽ ബ്രൈറ്റ് ബാൻഡും തേർഡ് ബ്രൈറ്റ് ബാൻഡും തമ്മിലുള്ള ദൂരം x3 ആണ് ഞാൻ ഈ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇനിയും അത് 400ന്റെ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ബ്രൈറ്റ് ബാൻഡും ഡാർക്ക് ബാൻഡും ഒക്കെ കിട്ടും. അവർ ചോദിച്ചിരിക്കുന്നത് ഈ 600 വെച്ച് ചെയ്യുമ്പോഴും 400 വെച്ച് ചെയ്യുമ്പോഴും അവിടെ കിട്ടുന്ന ബ്രൈറ്റ് ബാൻഡുകൾ, രണ്ടിന്റെ ബ്രൈറ്റ് ബാൻഡുകൾ കോയിൻസൈഡ് ചെയ്യുന്ന ഒരു പൊസിഷൻ കാണുമല്ലോ. ആ കോയിൻസൈഡ് ചെയ്യുന്ന പൊസിഷനും നമ്മുടെ സെൻട്രൽ ബ്രൈറ്റ് ബാൻഡും തമ്മിൽ എത്ര ദൂരമുണ്ട് എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. അത് സെപ്പറേറ്റ് എക്സ്പെരിമെന്റ് ആയിട്ട് വേണം വരച്ച് കാണിക്കാം. ഇവിടെ 600 നാനോമീറ്ററിന്റെ എക്സ്പെരിമെന്റ് ചെയ്തു. അപ്പൊ ഇത് ഇങ്ങനെ ചെയ്തു. അപ്പൊ ഇവിടെ തൊട്ടപ്പുറത്ത് ഞാൻ വേറെ എക്സ്പെരിമെന്റ് ചെയ്യുകയാണ്. ഇത് 400 നാനോമീറ്ററിന്റെ 480ന്റെ. അപ്പൊ ഇവിടെ ഇങ്ങനെ ചെയ്യുന്നു. ഇത് സ്ക്രീന് ഇവിടെ ഒന്ന് രണ്ട് വെട്ടം വന്ന് വീണു. ഇത് സെൻട്രൽ ബ്രൈറ്റ് ബാൻഡ്. ഇവിടെ ചിലപ്പം നാലാമത്തെ ബ്രൈറ്റ് ബാൻഡും ഇവിടുത്തെ അഞ്ചാമത്തെ ബ്രൈറ്റ് ബാൻഡും ആയിരിക്കും നമ്മൾ ഒരുമിച്ച് വെക്കുവാണെങ്കിൽ കോയിൻസൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പം ആ കോയിൻസൈഡ് ചെയ്തിരിക്കുന്നത് തമ്മിലുള്ള ദൂരം നോക്കിയാൽ മതി. മനസ്സിലായി? രണ്ട് എക്സ്പെരിമെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാണ്ട് ഞാൻ വരച്ചപ്പോൾ അങ്ങനെ λ1 λ2 ഒറ്റ ഇതിനകത്ത് വരച്ചെന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെയല്ല കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, ഇനിയും നോക്കിയാൽ രണ്ടാമത്തേന്റെയും കൂടെ ഒന്ന് എഴുതാം. പടം ഞാൻ അങ്ങ് കട്ട് ചെയ്ത് കളയാണ്. രണ്ടാമത്തേന്റെയും കൂടെ എഴുതാം, നോക്കിക്കോളൂ. രണ്ടാമത്തെ എഴുതുന്ന സമയത്ത് നമുക്കറിയാം രണ്ടിന്റെയും ബ്രൈറ്റ് ഫ്രിഞ്ച് കോയിൻസൈഡ് ചെയ്യുന്ന പോയിന്റ്. അപ്പം നമുക്കറിയാം 480 നാനോമീറ്ററിന്റെ ബ്രൈറ്റ് ഫ്രിഞ്ച് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാലോ എക്സ് എൻ എന്നങ്ങ് എടുക്കാം. ശരിയല്ലേ? നമ്മുടെ 600 നാനോമീറ്റർ അല്ലെങ്കിൽ 600ന്റെ എക്സ് എൻ ആയിട്ടും 480ന്റേത് ഞാൻ എക്സ് എം ആയിട്ടും എടുത്തിരിക്കുക. ഓക്കെ, ചിലതിനകത്ത് n+1 ഒക്കെ ആയിട്ട് എടുക്കുക, ഒന്നും വേണ്ട, എം ആയിട്ട് എടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ എക്സ് എൻ ഇക്വേഷൻ എന്താ നമ്മളിപ്പോൾ പഠിച്ചായിരുന്നു, n ലാംഡ ഡി ഡിവൈഡ് ബൈ എന്താ ഡി ആണ്. ഓക്കെ, ഈക്വൽ ടു ഇവിടെ എന്താ, ഇവിടെ m ലാംഡ, ഇവിടെ λ1ഉം ഇവിടെ λ2ഉം കൊടുക്കാം. ഓക്കെ, ലാംഡ ക്യാപിറ്റൽ ഡി ഡിവൈഡ് ബൈ ഡി. നമുക്കറിയാം ഈ സ്മോൾ ഡി കട്ട് ചെയ്ത് പോയി, ക്യാപിറ്റൽ ഡി കട്ട് ചെയ്ത് പോയി. ബാക്കി n λ1 ഈസ് ഈക്വൽ ടു m λ2. ഈ n ഉം m ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിന്റെ നമുക്ക് നോക്കാം. അപ്പം ഞാൻ n ഡിവൈഡഡ് ബൈ m ഈസ് ഈക്വൽ ടു λ2 ഡിവൈഡഡ് ബൈ λ1 ആണല്ലോ. അങ്ങനെയാണെങ്കിൽ n ഡിവൈഡഡ് ബൈ m, എന്നും m എന്ന് പറയുമ്പോൾ എത്രാമത്തേത് എന്നുള്ളത് ഒരു മീനിങ് ആണ് കേട്ടോ. ഈസ് ഈക്വൽ ടു λ2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മൾ 480 നാനോമീറ്റർ. ഇത് റേഷ്യോ എടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ കൺവേർട്ട് ചെയ്യുന്ന കട്ട് ചെയ്ത് പോകുമല്ലോ. ഡിവൈഡഡ് ബൈ 600 എന്ന് എടുത്താൽ മതി. ഇത് രണ്ടും കട്ട് ചെയ്ത് പോകുമ്പോൾ 6 വെച്ച് ചെയ്യുമ്പോൾ 8 48 6 60. വീണ്ടും 6 വെച്ച് 2 വെച്ച് കട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 4/5 4/5. അതിനർത്ഥം n എന്ന് പറയുന്നത് 5, m എന്ന് പറയുന്നത് n എന്ന് പറയുന്നത് 4, m എന്ന് പറയുന്നത് 5. അതിനർത്ഥം ഓക്കെ 600 നാനോമീറ്ററിന്റെ നാലാമത്തെ ബ്രൈറ്റ് ബാൻഡും 480 നാനോമീറ്ററിന്റെ അഞ്ചാമത്തെ ബ്രൈറ്റ് ബാൻഡും തമ്മിലാണ് ഒരുമിച്ച് വെക്കുമ്പോൾ കോയിൻസൈഡ് ചെയ്തിരിക്കുന്ന അർത്ഥം കേട്ടോ. അങ്ങനെ ചിന്തിക്കാം. അപ്പൊ വേണം ഇങ്ങനെ എഴുതിയിട്ടോണം. അതായത് ഫോർത്ത് ബാൻഡ് ഓഫ് 600 നാനോമീറ്റർ കോയിൻസൈഡ് വിത്ത് ഫിഫ്ത്ത് ബാൻഡ് ഓഫ് 480 നാനോമീറ്റർ ലൈറ്റ് വേവ്. ഓക്കെ,
എഴുതിയാൽ മതി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ, ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പം എന്നിന്റെ വാല്യൂ കിട്ടിയെങ്കിൽ ഇനിയിപ്പം നമുക്ക് എന്താണ് 4 കൊടുത്താലും 5 കൊടുത്താലും നമുക്ക് ചെയ്യാം. 4 കൊടുക്കുമ്പോൾ വേവ് ലെങ്തിനെ 600 ഉപയോഗിക്കണം, 5 കൊടുക്കുകയാണെങ്കിൽ വേവ് ലെങ്ത് ആയിട്ട് ഉപയോഗിക്കുന്നത് 480 ഉപയോഗിക്കണം എന്നുള്ളതേ ഉള്ളൂ. ഞാൻ ഇവിടെ തന്നെ ചെയ്യാണ്. അതായത് നമുക്ക് ആ ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം xn ഈസിക്വൽ ടു വീണ്ടും n ലാംഡ d ഡിവൈഡഡ് ബൈ എന്താണ് ലീസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് xn എന്ന് കൊടുക്കണ്ട, ലീസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ലീസ്റ്റ് ഡിസ്റ്റൻസ് ഈക്വൽ ടു n ലാംഡ d ഡിവൈഡഡ് ബൈ d. n എന്ന് പറയുന്നത് 4 ആണ്, ഇൻറ്റു ലാംഡ എന്ന് പറയുന്നത് 600 ആണ് ഉപയോഗിക്കുന്നത്, ഇൻറ്റു 10⁻⁹ ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 10⁻⁹ 10⁻⁹ 10⁻⁹ കട്ട് ചെയ്ത് പോയപ്പോൾ 2400 മീറ്റർ. അതിനെ നമുക്ക് 2.4 ഇൻറ്റു 10⁻³ മീറ്റർ എന്ന് എഴുതാം. ഇതായിരിക്കും അതിൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാണേ. സിമ്പിൾ ആണ്. ഡ്രോ ദ വേരിയേഷൻ. ഇത് 5 മാർക്കിന്റെ ഒരു ചോദ്യമാണ് കേട്ടോ. ഡ്രോ ദ വേരിയേഷൻ ഓഫ് ഇന്റൻസിറ്റി with angle of diffraction in single slit diffraction pattern. Write the expression for value of angle corresponding to 0 intensity locations. അത് എ പാർട്ട് ആണ്. അതിന്റെ ബി പാർട്ട് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇൻ വാട്ട് വേ diffraction of light waves differ from
diffraction of sound wave. ഇതാണ് ചോദ്യം. അതായത് എപ്പോഴും ഇന്റർഫറൻസിന്റെയും ഡിഫ്രാക്ഷന്റെയും ഗ്രാഫ് വരച്ച് പഠിച്ചോണം. അവര് എന്ത് ഇന്റൻസിറ്റി വേഴ്സസ് ചിലപ്പം ഫേസ് ഡിഫറൻസ് തരും, ഇന്റൻസിറ്റി വേഴ്സസ് പാത്ത് ഡിഫറൻസ് തരും, ഇന്റൻസിറ്റി വേഴ്സസ് ഈ ആംഗിൾ ഡിഫ്രാക്ഷൻ ആംഗിൾ തരും. അങ്ങനെ പല ഇതിൽ തരാം. അപ്പൊ ഇപ്പൊ ഡിഫ്രാക്ഷൻ ആംഗിൾ ആണ് ചോദിച്ചിരിക്കുന്നത്, പക്ഷെ പാത്ത് ഡിഫറൻസ് ആക്കാൻ പറ്റും നമുക്ക്, അത് കുഴപ്പമില്ല, കാരണം നമുക്ക് ചെയ്യാം. അപ്പൊ അത് ഏതെങ്കിലും ഒരു ഇത് വെച്ചിട്ട് നമ്മളത് പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രാഫ് ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അത് ഇതിപ്പോ ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ചിലപ്പം ഗ്രാഫാണ് വരയ്ക്കേണ്ടതെന്ന് മനസ്സിലാകാത്ത രീതിയിലൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് വരും. അപ്പൊ അത് ഉദ്ദേശിക്കുന്നത് ആ ഗ്രാഫ് തന്നെയായിരിക്കും, അതാണ് മനസ്സിലാക്കാൻ പഠിക്കേണ്ടത്. എന്തെങ്കിലും ഒരു ഹിന്റ് വെച്ചിട്ടുണ്ടാവും അതിനകത്ത്. അപ്പൊ ഡിഫ്രാക്ഷൻ പാറ്റേൺ വരയ്ക്കാൻ പാടൊന്നുമില്ല, അത് ഞാൻ വരച്ചു തരാം, ശരിയാണെന്ന് നോക്കുക. രണ്ടാമത്തെ ആൻസർ ഞാൻ പറഞ്ഞു തരാമേ. നമുക്കറിയാം ഡിഫ്രാക്ഷന്റെ ഇന്റൻസിറ്റി കുറഞ്ഞാ വരുന്നത്. ലാംഡ വരുമ്പോൾ അത് കുറയും. ടു ലാംഡ വരുമ്പോൾ വീണ്ടും കുറയും. ഇങ്ങനെയല്ല വരയ്ക്കുന്നത്, ഇങ്ങനെയാ പോകുന്നത്. ഇതും അതേപോലെ തന്നെ ഇങ്ങനെയാണ് അതിന്റെ ഗ്രാഫ്. പിന്നെ അവര് ചോദിച്ചിരിക്കുന്നുണ്ട്, വേറൊരു കാര്യം കൂടെ ചോദിച്ചിട്ടുണ്ട്. ഡ്രോ ദ വേരിയേഷൻ ഓഫ് ഇന്റൻസിറ്റി വിത്ത് ആംഗിൾ ഓഫ് ഡിഫ്രാക്ഷൻ ഇൻ ദ സ്ലിറ്റ് in single slit diffraction pattern. Write the expression for the value of angle corresponding to the zero intensity location. Zero intensity location എന്ന് പറയുമ്പോൾ കണ്ടോ, ലാംഡ, 2 ലാംഡ, 3 ലാംഡ എല്ലാം സീറോ ഇന്റൻസിറ്റി ലൊക്കേഷൻസ് ആണ്. അപ്പൊ അതിന്റെ ജനറൽ ഇക്വേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ജനറൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ജനറൽ ഇക്വേഷൻ തീറ്റ ഈസ് ഈക്വൽ ടു n ലാംഡ ബൈ എ ആകുന്നിടത്തെല്ലാം എന്താണ്? സീറോ ഇന്റൻസിറ്റി ആണ്. ഫോർ സീറോ ഇന്റൻസിറ്റി.
ഇനി അതേപോലെ തന്നെ ഇതും കൂടെ ആൻസർ അങ്ങ് എഴുതിക്കോ. അതിന്റെ രണ്ടാമത്തെ the diffraction of light waves differ from the diffraction of sound of sound waves primarily due to the difference in wavelength. Light waves with shorter wavelength require smaller obstacles or openings to diffract. While sound waves with longer wavelength can diffract around larger obstacle and through wider openings. അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ TV വെച്ചിരിക്കുന്ന റൂമിനോട് ചേർന്നാണ് നിങ്ങളുടെ റൂമെങ്കിൽ നിങ്ങൾ എത്ര അടച്ചാലും ആ ശബ്ദം ഡിഫ്രാക്ട് ചെയ്ത് അതിനകത്ത് കയറി വരും അല്ലേ? നേരെ മറിച്ച് ലൈറ്റ് ആണെങ്കിൽ നിങ്ങൾ അടച്ചു കഴിഞ്ഞാൽ അതിനകത്ത് കയറി വരത്തില്ല. അപ്പം അത് ഈ പറഞ്ഞ കാര്യം കൊണ്ടാണ്. ഒരു ക്വസ്റ്റ്യൻ കൂടി എഴുതാം. In a Young's double slit experiment in air the fringe width is found to be 0.44 nanometer millimeter. If the entire setup is immersed in water and the refractive index തന്നിട്ടുണ്ട് 4/3 water, the fringe width will be dash. MCQ ആണ്, ഓപ്ഷൻ തരുന്നില്ല. അതായത് നിങ്ങൾ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ഏറി വെച്ച് ചെയ്യുമായിരുന്നു. അപ്പോൾ ഒരു ഫ്രിഞ്ച് വിഡ്ത്ത് കിട്ടി, അത് 0.44 ആണ്.
അതിനെ അതേപോലെ തന്നെ പൊക്കി എടുത്ത് വെള്ളത്തിൽ കൊണ്ടുവച്ചു. അപ്പോൾ അതിന്റെ ഫ്രിഞ്ച് വിഡ്ത്തിന് എന്ത് വ്യത്യാസമാണ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. വെള്ളത്തിൽ വെക്കുന്ന സമയത്ത് അവിടെ റിഫ്രാക്ഷൻ സംഭവിക്കും. അതുമൂലം റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനും അതിനും ഒക്കെ അങ്ങോട്ട് വ്യത്യാസം വരുന്നതുകൊണ്ട് എന്താ അതിൻ്റെതായിട്ടുള്ള ഒരു വ്യത്യാസം ഫ്രിഞ്ച് വിഡ്ത്തിൽ അവിടെ ഉണ്ടാവും. അത് എത്രയാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഞാൻ പറഞ്ഞുതരാം, ഇവിടെ ശ്രദ്ധിച്ചോളൂ. നമുക്ക് അറിയാവുന്ന ഒരു ഇതെന്താണെന്ന് അറിയാം. നമുക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം 2 വിത്ത് റെസ്പെക്ട് 1 നമ്മൾ പല ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഒന്ന് C/V പഠിച്ചിട്ടുണ്ട്, ഒന്ന് V1/V2 പഠിച്ചിട്ടുണ്ട്, ഒന്ന് sin A by sin R പഠിച്ചിട്ടുണ്ട്, ഒന്ന് μ2/μ1 അല്ലെങ്കിൽ N2/N1 എന്ന് പഠിച്ചിട്ടുണ്ട്. അതുമല്ലെങ്കിൽ എന്താണ് λ1/λ2 എന്ന് പഠിച്ചിട്ടുണ്ട്. പഠിച്ചോണം, λ1 / λ2. അപ്പൊ ഇവിടെ λ1 എന്ന് പറയുന്നത് എയർ ആണ്, λ2 എന്ന് പറയുന്നത് വാട്ടർ ആണ്. ഓക്കെ, അവിടെ നിന്ന് നമുക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ലാംഡ വേവ് ലെങ്ത് ഇൻ വാട്ടർ λ2 ടേമിലോട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പം ലാംഡ വാട്ടർ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ലാംഡ എയർ ഡിവൈഡ് ബൈ എന്താ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് μ2 എഴുതാം. ഓക്കെ, നമുക്ക് ഫ്രിഞ്ച് വിഡ്ത്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ബീറ്റ ഈസ് ഈക്വൽ ടു എയറിന്റെ ആണ് പറയുന്നത് d ലാംഡ ഡിവൈഡഡ് ബൈ d എന്ന് എടുത്താൽ പോലെ. ഇത് ലാംഡ എയർ ആണ്, ലാംഡ എയർ ആണ്. അങ്ങനെയാണെങ്കിൽ പുതിയ ലാംഡ വരുമ്പോഴത്തേക്കും നമുക്ക് അതിനെ വല്ല ബീറ്റ ഡാഷ് എന്നോ വല്ല എടുക്കാം. ബീറ്റ ഡാഷ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്താ d ലാംഡ വാട്ടറിന്റെ കേസാണ് നമ്മൾ പറയാൻ പോകുന്നത് അല്ലെ. വാട്ടർ ഡിവൈഡഡ് ബൈ എന്താ d. ഈ ഡിക്കും ക്യാപിറ്റൽ ഡിക്കും സ്മോൾ ഡിക്കും ഒന്നും വ്യത്യാസമില്ല. ഞാൻ രണ്ടും കൂടെ ഡിവൈഡ് ചെയ്യുവാണ്. അതായത് ബീറ്റ ഡിവൈഡ് ബൈ ബീറ്റ ഡാഷ് ചെയ്യുന്ന സമയത്ത് ഇപ്പുറത്ത് ക്യാപിറ്റൽ ഡി ലാംഡ എയർ ഡിവൈഡഡ് ബൈ ഡി ഹോൾ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ഡി ലാംഡ വാട്ടർ ഡിവൈഡഡ് ബൈ സ്മോൾ ഡി. ഇതും കട്ട് ചെയ്ത് പോയി, ഇതും കട്ട് ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഫൈനലി ബീറ്റ ഡിവൈഡഡ് ബൈ ബീറ്റ ഡാഷ് ഈസ് ഈക്വൽ ടു ലാംഡ എയർ ഡിവൈഡഡ് ബൈ എന്താ ലാംഡ വാട്ടർ. ലാംഡ വാട്ടറിന് വീണ്ടും നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, ലാംഡ എയർ ബൈ μ2 എന്ന്. അത് കൊടുക്കുകയാണ്. ലാംഡ എയർ ഡിവൈഡഡ് ബൈ ലാംഡ വാട്ടറിനെ നമുക്ക് ലാംഡ എയർ ഡിവൈഡഡ് ബൈ എന്തെന്ന് എഴുതാം μ2 എന്ന് എഴുതാം. ലാംഡ എയർ കട്ട് ചെയ്ത് μ2 മോളി വന്നപ്പോൾ ഫൈനൽ നമുക്ക് ഇങ്ങനെ കിട്ടും. ഫൈനല് നമുക്ക് ഇങ്ങനെ കിട്ടും, ബീറ്റ ഡിവൈഡഡ് ബൈ ബീറ്റ ഡാഷ് ഈസ് ഈക്വൽ ടു μ2 എന്ന് കിട്ടും. എല്ലാം നമുക്ക് ബീറ്റ ഡാഷ് കണ്ടുപിടിക്കുന്നത്. ഇതിങ്ങോട്ടും കൊണ്ടുവന്നു കഴിഞ്ഞാൽ ബീറ്റ ഡിവൈഡഡ് ബൈ μ2 ഈക്വൽ ടു ബീറ്റ ഡാഷ് എന്ന് വരുന്നു. ബീറ്റ എന്ന് പറയുന്നത് നമുക്കറിയാം ആദ്യത്തെ ഫ്രിഞ്ച് വിഡ്ത്ത് ആണ്, 0.44 തന്നിട്ടുണ്ട്. 0.44 ഡിവൈഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 4/3 തന്നിട്ടുണ്ട്. അതാണ് നമ്മുടെ പുതിയ ഫ്രിഞ്ച് വിഡ്ത്ത്. നമുക്ക് 3 × 0.44 ഡിവൈഡഡ് ബൈ 4 ആണ് നമ്മുടെ ബീറ്റ ഡാഷ്. അങ്ങനെ വരുമ്പോഴത്തേക്കും ഫൈനൽ ആൻസർ വരുമ്പോൾ നമുക്ക് 12 ഡിവൈഡഡ് ബൈ 4 വരും. .33 ആണ്. 0.33 ചെയ്ത് നോക്കണേ. അപ്പോൾ ബീറ്റ ഡാഷ് എന്ന് പറയുന്നത് എന്താണ് 0. .33 ആണ്.
ഇങ്ങനെ ഇന്നത്തെ ക്ലാസ് ഇങ്ങനെ അങ്ങ് നിർത്തുവാണേ.